പാലക്കാട്ടെ സിവിൽ പോലീസ് ഓഫീസർ കുമാർ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണക്കാർ ഡെപ്യൂട്ടി കമാൻഡന്റും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 7-8 പേരുമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. മാനസികവും ശാരീരികവുമായി ജാതീയവുമായിട്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് മരണക്കുറിപ്പിൽ എഴുതി വച്ചിരുന്നു കുമാർ എന്ന അട്ടപ്പാടി കുന്നൻചാള ഉന്നതിയിലെ NK കുമാർ എഴുതി വെച്ച ആ ലെറ്റർ അത് പോലീസ് കണ്ടെടുത്തു. ജൂലൈ 25, 2019 മരണത്തിന് തൊട്ട് മുമ്പ് എഴുതി വിട്ടത്. ആ മരണരംഗം അതിദാരുണമായിരുന്നു. അവിടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ തല അറ്റുപോയ രീതിയിലാണ് കിടക്കുന്നത്. ശരീരവും തലയും വേർപെട്ട് രണ്ടായിട്ട് റെയിൽവേ പാളത്തിൽ കിടക്കുന്നു. അതിദാരുണമായൊരു ദൃശ്യം തന്നെയായിരുന്നു ഇത്. കാരണം കുമാർ എന്ന ആള് വലിയ പ്രതീക്ഷയോടെയാണ് പോലീസിൽ ചേർന്നത്. അദ്ദേഹം പോലീസിൽ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തീരും. തൻ്റെ ഭാര്യ സജിനി, ഒരു കൊച്ചുമുണ്ട്. അദ്ദേഹം അവിടെ ഡെപ്യൂട്ടി കമാൻഡൻ്റെ അടുത്ത് തനിക്കൊരു പോലീസ് ക്വാർട്ടേഴ്സ് വേണം. കാരണം വളർന്ന താഴ്ന്ന പടിയിൽ നിന്ന് ഉയരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പോലീസ് ക്വാർട്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ചിലവ് കുറയും. വെളിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്താൽ ശമ്പളം കൊണ്ട് ഒതുങ്ങില്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഡെപ്യൂട്ടി കമാൻഡന്റ് അദ്ദേഹം സുരേന്ദ്രൻ എന്നയാൾ ഇദ്ദേഹത്തിന് ഒരു ക്വാർട്ടേഴ്സ് അനുവദിച്ചു. ആ പോലീസ് ക്വാർട്ടേഴ്സ് ചോർച്ചയുള്ളതാണ്, പഴകിയതാണ്, അവിടെ താമസിക്കാൻ കൊള്ളൂല. ആ വിവരം കുമാർ ഡെപ്യൂട്ടി കമാൻഡൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഒരു പുതിയ ക്വാർട്ടേഴ്സ് അലോട്ട് ചെയ്തു. പക്ഷേ ആ ക്വാർട്ടേഴ്സ് അലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അത് മോഹിച്ച് ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അവിടെ. ഇയാൾക്കെതിരായിട്ട് ചില പണികൾ അവിടെ നടത്തി. കാരണം അയാളെ സ്വാധീനം ഉപയോഗിച്ചത് ശ്രീജിത്തിനെ ആണ് ഈ പുതിയ ക്വാർട്ടേഴ്സ് എന്ന് ഒരു രേഖയുണ്ടാക്കി. അതിനുശേഷം ഇയാള് ആ ശ്രീജിത്ത് അങ്ങോട്ട് താമസം മാറ്റി അലോട്ട് ചെയ്ത കുമാറിന്റെ ക്വാർട്ടേഴ്സിൽ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ആ പുതിയ ക്വാർട്ടേഴ്സിലെ സാധനങ്ങളെല്ലാം എടുത്ത് പഴയ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി. തനിക്ക് അനുവദിച്ച അതാണ് ആദ്യത്തെ ഓർഡേഴ്സ്, അതാണ് അങ്ങോട്ടേക്ക് മാറുക. അദ്ദേഹത്തിന് അത് വലിയ വിഷമമായി. കാരണം അവിടെ താമസിക്കാൻ കൊള്ളില്ല, അത്ര പഴകിയ ക്വാർട്ടേഴ്സാണ്. കുഞ്ഞു കൊച്ചുണ്ട്, ഭാര്യയുണ്ട്. ഏതായാലും ഭാര്യ ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടിയുമായിട്ട് ക്വാർട്ടേഴ്സിലെ അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു നിവൃത്തിയില്ലാതെ അവിടെ അടുത്തുള്ളൊരു ചെറിയ ലോഡ്ജിൽ മുറിയെടുത്തു. ഭാര്യയെ, രഞ്ജിനിയെയും കൊച്ചിനെയും അവിടെ ആക്കി. എത്ര ദിവസം അങ്ങനെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കാൻ പറ്റും? ആകെ നിരാശപ്പെട്ടു, സാമ്പത്തികമായിട്ട് ഞെരുങ്ങി. ഭാര്യയും കൊച്ചും വന്ന് ലോഡ്ജിൽ താമസിക്കുന്നു. ഈ പഴയ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ കൊള്ളൂല, മനുഷ്യരാരും അവിടെ താമസിക്കില്ല. അങ്ങനെ വിഷമിച്ച് നിന്ന് തൻ്റെ മേലധികാരികളുടെ അടുത്ത് ഈ വിവരങ്ങൾ ബോധിപ്പിച്ചു. അപ്പോൾ അവിടെ ശ്രീജിത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട്, മുന്നോക്ക ജാതിക്കാരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട്, ഇയാളൊരു മദ്യപാനിയാണ്, സ്ഥിരം മദ്യപിക്കുന്ന ആളാണ്, കൃത്യസമയത്ത് ഓഫീസിൽ വരില്ല. ഇയാൾ മദ്യപാനം തന്നല്ല, ഇയാളെ സംബന്ധിച്ചിടത്തോളം പല സന്ദർഭത്തിൽ ഇയാൾ ഓഫീസിൽ വരില്ല, ആബ്സെൻ്റ് ആകുന്നു. പിന്നെ അത് തന്നെയല്ല, ഇയാൾ ജോലിയിൽ കൃത്യനിഷ്ഠയില്ല. അങ്ങനെയൊക്കെ കുറേ റിപ്പോർട്ടുകളൊക്കെ എഴുതി. ഇയാൾക്ക് ക്വാർട്ടേഴ്സ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കൃത്രിമ രേഖകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ. ഏതായാലും ക്രൈംബ്രാഞ്ച് നല്ലൊരു അന്വേഷണം നടത്തിയിരിക്കുന്നു. ഡെപ്യൂട്ടി കമാൻഡന്റിനും ആ 7 പേർ കൂടെ ഉണ്ടായിരുന്ന 7 പേർക്കും എതിരായിട്ട് കുറ്റച്ചാർജ് ക്രൈംബ്രാഞ്ച് കോടതിയിലെ അട്ടപ്പാടി SC/ST കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. ക്രൈംബ്രാഞ്ച് ഈ വിവരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ദാരുണമായ അന്ത്യവും അതെല്ലാം അന്വേഷണത്തിലൂടെ അതിൻ്റെ കാരണക്കാർ ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഡെപ്യൂട്ടി കമാൻഡന്റ് സുരേന്ദ്രൻ്റെ ഇടയ്ക്ക് റിട്ടയർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രോസിക്യൂഷൻ സാങ്ഷൻ പുള്ളിക്ക് ആവശ്യമില്ല. ബാക്കിയുള്ളതിൽ ഒരാൾ പ്രതാപൻ എന്ന് പറഞ്ഞ ഒരു സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പോയിട്ട് 6 പേർക്ക് എതിരായിട്ടാണ് കുറ്റച്ചാർജ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളാണ് ഇയാൾക്ക് മരണത്തിൻ്റെ കാരണക്കാരനെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ശ്രീജിത്താണ് ആ പുതിയ ക്വാർട്ടേഴ്സ് കൃത്രിമ രേഖയിലൂടെ അടിച്ചെടുത്ത്, കാരണം ഇയാളെ വെളിയിലാക്കാൻ കാരണം അങ്ങനെയാണ്. നിവൃത്തിയില്ല, സാമ്പത്തിക ഞെരുക്കം, ഭാര്യ വന്നിരിക്കുന്നു, കുഞ്ഞു കൊച്ചുമായിട്ട് ലോഡ്ജിൽ എത്ര ദിവസം താമസിക്കാൻ പറ്റും?
അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ തല വെച്ച് കൊടുത്ത് തലയറ്റുപോയി, കഴുത്ത് ഭാഗം വെച്ച് അറ്റുപോയി. ഒരു മരണക്കുറിപ്പ് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനാക്കി തനിക്കുണ്ടായ മാനസിക പീഡനവും തൻ്റെ മേലുദ്യോഗസ്ഥന്മാരും ഉയർന്ന ജാതിക്കാരും തന്നോട് കാണിച്ച എല്ലാ വൃത്തികേടുകളും അത് എഴുതിയിട്ടുണ്ട്. അതൊരു വളരെ വൈറ്റൽ എവിഡൻസ് ആണ്. എന്തായാലും ക്രൈംബ്രാഞ്ച് ആ റെക്കോർഡുകളെല്ലാം ചേർത്ത് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് 8 പേർക്കെതിരായാലും ഒരാൾ റിട്ടയർ ചെയ്തു, മറ്റൊരാൾ മരണപ്പെട്ടു. ബാക്കി 7 പേർക്ക് പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങിച്ചു. കാരണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്, അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണം. ഗവൺമെൻറ് ആ സാങ്ഷൻ കൊടുത്തിരിക്കുന്നു. സാങ്ഷന് DYSP അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമാൻഡന്റിന് സാങ്ഷൻ ആവശ്യമില്ല. പുള്ളി ഏപ്രിലും കണ്ട് റിട്ടയർ ചെയ്തിരിക്കുന്നു. എന്തായാലും കോടതി തീർച്ചയായിട്ടും ഇതിൻ്റെ ട്രയൽ സമയത്ത് ആ എവിഡൻസ് ഒക്കെ പരിശോധിച്ചിട്ട് യഥാർത്ഥത്തിൽ എന്ത് നടന്നെന്ന് കണ്ടെത്തും. കാരണം പിന്നോക്കാവസ്ഥയിലുള്ള ഒരു പാവം കുമാർ എന്ന് പറഞ്ഞ അട്ടപ്പാടിയിൽ നിന്ന് വന്ന ആ പയ്യന്റെ ദാരുണമായ അന്ത്യം എന്തായാലും സമൂഹം കണ്ടിരിക്കുന്നു. കോടതി അത് പരിഗണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.